യെസ്, വിനോദിനി ബാലകൃഷ്ണന്റെ ചില തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ വാർത്തയിൽ ഇടം നേടുന്നത്. എം.വി. ഗോവിന്ദനെ ലക്ഷ്യം വെച്ച് ഗുരുതരാരോപണവുമായി രംഗത്തെത്തുകയാണ് കോടിയേരിയുടെ കുടുംബം. CPM-ന്റെ ഉന്നത നേതൃത്വം അവഗണിക്കുന്നുവെന്ന വിനോദിനി കോടിയേരി. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയാണ്. കോടിയേരി മരിച്ച ശേഷം കുടുംബത്തെ തിരിഞ്ഞു പോലും നോക്കിയില്ലെന്നും വിനോദിനി കോടിയേരി പറയുന്നു. പച്ചക്കുതിര മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ തുറന്നു പറച്ചിൽ. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, അതായത് എല്ലാ ഒരു സംസ്ഥാന നേതൃത്വത്തെ ആകെ ലക്ഷ്യം വെച്ചല്ല ഈ തുറന്നു പറച്ചിലെന്ന് മനസ്സിലാകുന്നു. ചില ആളുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അതായത് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അവരെ കൃത്യമായി തന്നെ പല കാര്യങ്ങൾക്കും അവരെ ആശ്രയിക്കാറുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ മറ്റു ചില ആളുകളിൽ നിന്നുള്ള ചില ക്രൂരമായ അവഗണനയുടെ കാര്യങ്ങളാണ് ഈ തുറന്നു പറയുന്നതെന്ന് മനസ്സിലാക്കാം. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു ശ്രീമതി വിനോദിനി? തന്നെയാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. സ്വന്തം പോക്കറ്റിലുള്ള ഫോൺ എടുത്തൊന്ന് സംസാരിക്കാൻ പോലും ആർക്കും തോന്നാത്തൊരു കാലമാണോ ഇത് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ കോടിയേരിയുടെ ഭാര്യ വിനോദിനി പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി, ശുപാർശയ്ക്കൊന്നുമല്ല, അല്ലാതെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ പലതവണ താൻ ഫോണിൽ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല, തിരിച്ചു വിളിച്ചതുമില്ല. വ്യക്തിപരമായ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയാണോ താൻ വിളിക്കുന്നതെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടോ എന്നത് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ അഭിമുഖം നടത്തിയാൽ ചോദിക്കുന്നുണ്ട്, ആ നേതാവിന്റെ പേര് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയനായി തെറ്റിദ്ധരിക്കും എന്ന് പറയുമ്പോൾ, അല്ല, വിജയേട്ടൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയും അപ്പോൾ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ആളാണ്. താൻ ഉദ്ദേശിച്ചത് മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗത്തെ കുറിച്ചാണ്, കേരളത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കുറിച്ചാണ്, അതും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ചാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കോടിയേരിയുടെ മരണത്തിന് ശേഷം അതിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിനപ്പുറം ഈ 4 വർഷത്തിനിടയിൽ അദ്ദേഹം ഒരിക്കൽ പോലും തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ല. ഇക്കാലത്തിനിടയിൽ വല്ലപ്പോഴും താൻ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കാറുമില്ല എന്നാണ് പറയുന്നത്. താൻ എന്തെങ്കിലും കാര്യം ആവശ്യം സാധിക്കാൻ വേണ്ടി, വ്യക്തിപരമായ എന്തെങ്കിലും ആവശ്യം സാധിക്കാൻ വേണ്ടി അല്ല വിളിക്കുന്നത്, ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പോഴും ഫോൺ എടുക്കാറില്ല എന്ന പരാതിയാണ് വിനോദിനി മുന്നോട്ട് വെക്കുന്നത്. അത് M.V. ഗോവിന്ദൻ എന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ലക്ഷ്യം വെച്ച് തന്നെയാണ്. ശരി, സെയ്ഫ് സൈൻലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.